ഹായ്, ഇതെന്താണെന്നറിയാമോ? ഇതാണ് നമ്മുടെ വൈറൽ ജാപ്പനീസ് ചീസ് കേക്ക്. അപ്പോൾ ഉണ്ടാക്കിയാലോ? വാ. അപ്പോൾ ഞാൻ മാംഗോ ഫ്ലേവറിലുള്ള യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും കോഫി പൗഡർ വേണം. അപ്പോൾ ഞാൻ ബ്രൂ എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള യോഗട്ട് എടുക്കാം കേട്ടോ. ഗ്രീക്ക് യോഗട്ട് എടുക്കാം, പിന്നെ സ്ട്രോബെറിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു ബൗളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ ബൗൾ ഭയങ്കര വലുതാണ്. പിന്നെ അതൊരു കപ്പിലോട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റാണ് നമുക്ക് വേണ്ടത്. പക്ഷെ എനിക്ക് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് കിട്ടിയില്ല. സോ ഞാൻ നൈസാണ് എടുക്കുന്നത്. ഇത് നൈസാട്ടോ, കൊള്ളാം. ടോപ്പിങ്സ് ആയിട്ടുള്ള ഷുഗറൊക്കെ ഇട്ടിട്ടുള്ള കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു കോഫി വാട്ടറിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ യോഗട്ടിൻ്റെ മുകളിലോട്ടല്ല യോഗട്ടിലോട്ട് സെറ്റാക്കി വെക്കാം. ഫസ്റ്റ് അത് ബിസ്ക്കറ്റ് തന്നെ പെട്ടെന്ന് സോഫ്റ്റ് ആയി കേട്ടോ. ഞാൻ കുറേ നേരം വെള്ളത്തിൽ വെച്ചോലെ തോന്നി. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജാപ്പനീസ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 3 to 4 hours വെക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ ചുമ്മാ ഒരാഡംബരത്തിന് കുറച്ച് കൊക്കോ പൗഡറൊക്കെ വിതറിയിട്ടുണ്ട്. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. സെറ്റാണ്, കുഴപ്പമില്ല. ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു മിക്സഡ് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കോരി എടുക്കുന്നത് ഞാനല്ല കേട്ടോ കഴിക്കണേ. ഞാൻ കോരി എൻ്റെ ബേബിക്കും അതുപോലെ തന്നെ ഇക്കാക്കും കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ